ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കുഞ്ഞൻ്റെ ചർമ്മമുഴ വന്ന അസുഖമൊക്കെ വന്നതൊക്കെ മാറി അവൻ നല്ല ഉഷാറായിട്ടുണ്ട്. എന്നാലും അതിൻ്റെ പാടുകളൊന്നും മേലൊന്നും പോയിട്ടില്ല. ആര് കണ്ടാലും ഇപ്പോൾ ചോദിക്കും എന്താ പറ്റിയേ, അവൻ്റെ മേത്ത് എന്താ പറ്റിയെന്ന് ചോദിക്കും. ആ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും മുഴ വരാണ്ടിരുന്നില്ല, എല്ലാവിടെയും നിറയെ മുഴ വന്ന് പഴുത്ത് പൊട്ടി. എന്താ പറയുക, ഞാൻ പഠിത്തമൊന്നും ഇത്ര ബുദ്ധിമുട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വിഷമിച്ചിട്ടില്ല. മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മൾ ഹോമിയോ മരുന്ന് തന്നെയാണ് അവന് ചെയ്തത്. ഇതിന് മുൻപ് സുന്ദരിക്ക് വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ചെയ്ത് ആൻറ്റിബയോട്ടിക്കൊക്കെ 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും ഇതുപോലെയൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഹോമിയോ മരുന്ന് തന്നെ നന്നായി ചെയ്യാമെന്ന് വിചാരിച്ചു. അവന് 2-3 പ്രാവശ്യം വിവരം പറഞ്ഞ് സിൽവൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഹോമിയോ മരുന്ന് കൊടുക്കുകയും ചെയ്തു. പിന്നെ ടോപ്പിക് ക്യൂവറിൻ്റെ ഓയിൻമെൻറ്റ്, ടോപ്പിക് ക്യൂവർ സ്പ്രേ ചെയ്തു. പിന്നെ ലോറോക്സിൻ്റെ ഓയിൻമെൻറ്റ് തേച്ച് കൊടുത്തു. പിന്നെ നാട്ടുവൈദ്യമായിട്ടുള്ള മഞ്ഞളും കക്കണവേപ്പിൻ്റെ ഇലയും ആന്തയുടെ ഇലയൊക്കെ അരച്ച് തേച്ച് പരട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാര്യം മോരിക്കുട്ടനാണ്, കുറേ നാളൊന്നും നമ്മളെ കൊണ്ട് വളർത്താനൊന്നും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വീട്ടിലുള്ളപ്പോൾ അവൻ്റെ ജീവൻ പോവല്ലേ, അവനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി പൈസയായാലും നമ്മുടെ ബുദ്ധിമുട്ടുകളായാലും ഒക്കെ നോക്കാതെ തന്നെ അവനെ നന്നായിട്ട് ശ്രദ്ധിച്ച് വളർത്തിയ ഒരുപാട് കുട്ടികൾ ചത്തുപോയിന്ന് ഞങ്ങളുടെ മൃഗ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു. നമ്മൾ നന്നായിട്ട് നോക്കണം, കാരണം ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നോക്കി. അപ്പോൾ മറ്റു കുട്ടികളിപ്പോൾ നമ്മുടെ ദേവൂട്ടി പ്രസവിച്ച ആ കുട്ടിക്ക് വരാതിരിക്കാൻ ദേവൂട്ടിക്ക് തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ദേവൂട്ടിക്ക് രാത്രിയിൽ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിരുന്നു. ഇനി പ്രസവിക്കണ കുട്ടികൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൃഗാശുപത്രിയിൽ നിന്ന് വന്നിട്ട് എല്ലാ പശുക്കൾക്കും വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ദേവൂട്ടിയുടെ മോളും നല്ല ഉഷാറായിട്ടൊക്കെ ഉണ്ട്. അവൾ എന്ത് കഴിഞ്ഞു കുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. നല്ലപോലെ പാലൊക്കെ കുടിക്കാനുണ്ട് ദേവൂട്ടിക്ക്. പ്രസവിച്ച് കുറച്ച് ദിവസമൊക്കെ ഇത്തിരി പാല് ശരിയാവാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ നല്ല പാലായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദേവൂട്ടിക്കും കുഞ്ഞുങ്ങൾക്ക് എന്താണെന്നറിയില്ല എല്ലാവർക്കും വയറിളക്കം വന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം വളരെ അപൂർവമായിട്ടാണ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ പശുക്കളെ വളർത്തിയ പിന്നെ അതത് ടൈം ടേബിൾ പ്രകാരം അവരുടെ ഭക്ഷണമൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ അവർക്ക് വയറിളക്കമൊന്നും വരാറില്ല. ഇപ്രാവശ്യം വയറിളക്കം വരാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കായത്തിൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാടത്ത് പോയിട്ട് പൊടിച്ച് വരുന്ന പുല്ല് അരിഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര തളിര് പുല്ലാണ്. ഇവർക്കാണെങ്കിൽ അങ്ങനെ തിന്ന് അത് പരിചയമില്ല. പിന്നെ അതല്ല അവിടെ പോത്തുകളും പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും വയറിളക്കം വന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ രാവിലെ 15 ലിറ്റർ പാല്, ഉച്ചയ്ക്ക് 10 ലിറ്റർ പാലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പാല് നന്നായിട്ട് എല്ലാവർക്കും, ചക്കരയ്ക്കും നല്ല കുഴപ്പമില്ലാതെ പാല് കിട്ടുന്നുണ്ട്. ദേവൂട്ടിയും പാലൊക്കെ ഒന്ന് ശരിയായിട്ട് വരുന്ന സമയത്താണ് ഈ വയറിളക്കം വന്നത്. ശരിക്കും പേടിച്ചു പോയി. നമുക്കങ്ങനെ വയറിളക്കം ഇവിടെ വരാറില്ല. അങ്ങനെ വേഗം നമുക്ക് എപ്പോഴും ഓടി പോകാനായിട്ടുള്ളത് സിൽവൻ ഡോക്ടറാണ്. സാറിൻ്റെ അടുത്ത് പോയിട്ട് മരുന്ന് കൊടുത്ത് എല്ലാവർക്കും ഇപ്പോൾ വയറിളക്കൊക്കെ മാറി. അപ്പോൾ ആ ഒരു തിരക്കുകളൊക്കെ ആയ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ ദേ ഒക്കെ ഒന്ന് ശരി. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കുറുക്കഞ്ചേരി തൈപ്പൂയം ആയിരുന്നു. അപ്പോൾ അത് കാണാൻ പോലും, അതിൻ്റെ വീട് വൃത്തിയാക്കൽ, അങ്ങനെ കുറേ പണികളൊക്കെ ആയിരുന്നു. പിന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കിങ്ങിണി മോള് ഗർഭിണിയാന്ന് പറഞ്ഞു. കിങ്ങിണി മോള് നവംബർ 4-നാണ് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ശരിയായി മതിയൊക്കെ വരുന്ന പശുക്കളാണെങ്കിൽ നമ്മൾ നോക്കാറില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ കിങ്ങിണി മോൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 1-2 പ്രാവശ്യമായിട്ട് കട്ടിയിലുള്ള മായി വന്നിങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ എന്താണാവോ, ശരിക്കും മതി വരുമ്പോഴത്തെ മായി എല്ലാം നമുക്കറിയാം, പക്ഷെ ഗർഭിണിയാണോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ദേവൂട്ടിയുടെ മോളാണിത്. ദേവൂട്ടിയുടെ മോളെ കുത്തിവെച്ചു. എന്തായാലും അവൾ 10-ാം മാസം തൊട്ട് മതി കാണിച്ചു വരുന്നതാണ്. അപ്പോൾ സാർ വന്നപ്പോൾ ഒന്ന് ചോദിച്ചു, അവൾ വളർച്ച എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുത്തിവെക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല പോലെ വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവളെ കുത്തിവെക്കാൻ വന്നപ്പോൾ നമ്മൾ കിങ്ങിണി മോളെ കൂടി ഒന്ന് ചെനയുണ്ടോ ഒന്ന് പരിശോധിപ്പിച്ചു. കിങ്ങിണി മോളും വലിയോളാണ് ചെന പിടിക്കാണ്ട് ഇത്ര നാളും ബുദ്ധിമുട്ടിപ്പിച്ചത്. ഇനിയിപ്പോൾ വലിയോള് അറിയില്ല, കുത്തിവെച്ചിട്ടിപ്പോൾ 20 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പശുക്കളെ കഴുകാനായിട്ടും തൊഴുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടൊരു പ്രഷർ വാഷർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.